ഹൃദയപൂർവം ഭാഗം 108. ഉദയനും മാധവും കൂടിയാണ് ദേവുവിനെയും കൊണ്ട് അങ്ങോട്ട് നടന്നത്. ഞാനും ഒരു കല്യാണ പെണ്ണാണ്. ഗംഗ പറഞ്ഞതും നീ കെട്ടിയവനെ തന്നെ വീണ്ടും കെട്ടാൻ പോകുന്നതല്ലേ, പതിയെ വന്നാ മതി. ഞങ്ങള് ദേവു കൊച്ചിന്റെ കല്യാണം നടത്തട്ടെ. ഉദയൻ പറഞ്ഞതും ഇങ്ങോട്ട് വാ എന്റെ കൊച്ചെ എന്ന് പറഞ്ഞ് മാധവ് ഗംഗയെ വിളിച്ചതും ഗംഗ മാധവിന്റെ അടുത്തേക്ക് ചെന്നു. രണ്ടുപേരുടെയും കൈപിടിച്ചുകൊണ്ട് മാധവും ഉദയനും കൂടി അമ്പലത്തിനകത്തേക്ക് നടന്നത്. അവരുടെ പുറകിലായി ബാക്കിയുള്ളവരും നടന്നു. ദേവുവിന്റെ കൈപിടിച്ചുകൊണ്ട് കയറി വരുന്ന മാധവിനെയും ഉദയനെയും അത്ഭുതത്തോടെയാണ് ശരത്ത് നോക്കി നിന്നത്. ഇതെന്താ ഇങ്ങനെ? അവൻ അറിയാതെ പറഞ്ഞതും ആ ഇതിപ്പോ എന്താ സംഭവം? അവന്റെ അടുത്ത് നിന്ന സന്ദീപും പറഞ്ഞു. സാന്ദ്രയും ലക്ഷ്മിയും കൂടി മാധവിന്റെ അച്ഛന്റെയും അമ്മയുടെയും മാഷച്ചന്റെയും ടീച്ചറമ്മയുടെ അടുത്തേക്ക് ചെന്നു. അവർ ഗംഗയ്ക്കും സന്ദീപിനും വേണ്ടിയുള്ള വഴിപാടുകളും പിന്നെ താലി പൂജിച്ചതും എല്ലാം മേടിക്കുകയായിരുന്നു. അതെ അമ്മേ, അച്ഛ, ഒരു കാര്യം കൂടിയുണ്ട്, ലക്ഷ്മി പറഞ്ഞതും എന്താ മോളെ, എന്താ കാര്യം? അത് ദേവു ശരത്തേട്ടന് വിവാഹം കഴിക്കാൻ സമ്മതിച്ചു. എന്താ? ലക്ഷ്മി പറഞ്ഞതും അത്ഭുതത്തോടെ സീതാമ്മ ചോദിച്ചു. അതെ അമ്മേ, ദേവു സമ്മതിച്ചു. മാധവേട്ടനും ഉദയേട്ടനും കൂടി പോയിട്ട് താലിയും മാലയും വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ശരത്തേനോട് പറഞ്ഞിട്ടില്ല. ദേ ഇതാണ്. അമ്മയോടും അച്ഛനോടും മാഷച്ചനോടും ടീച്ചറമ്മയോടും പറയാൻ പറഞ്ഞു. പിന്നെ ഇതുകൂടി ഒന്ന് പൂജിച്ച് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ശരത്തിനോട് പറഞ്ഞില്ലേ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഇതിപ്പോ പെട്ടെന്നായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി സംസാരിച്ചപ്പോ ദേവു ഓക്കെ പറയുകയായിരുന്നു. പിന്നെ മാധവേട്ടനോടും ഉദയേട്ടനോടും അവള് തന്നെ പറഞ്ഞത് സമ്മതാണെന്ന്. ഈശ്വര, ഞങ്ങളിപ്പോ പറഞ്ഞേ ഉള്ളൂ. ദേവമോളും കൂടി സമ്മതിക്കുകയാണെങ്കിൽ ഈ കൂട്ടത്തില് അവരുടെയും വിവാഹം നടത്തായിരുന്നു എന്ന്. ദൈവമേ, ഇത്ര പെട്ടെന്ന് ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേട്ടോ? മാധവിന്റെ അമ്മ ടീച്ചറമ്മയോട് പറഞ്ഞതും എന്തായാലും നല്ല കാര്യങ്ങളൊന്നും വൈകിക്കണ്ട, എന്നാ പിന്നെ ഇതുകൂടി പൂജിക്കാൻ കൊടുക്കാം. ശരത്തിന് ഒരു സർപ്രൈസ് ആയിരിക്കട്ടെ. അവന്റെ നോട്ടം നോക്കിക്കേ. ടീച്ചറമ്മ പറഞ്ഞതും എല്ലാവരും ശരത്തിന്റെ മുഖത്തേക്ക് നോക്കി. ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് ആള്. എന്നാ വാ, വൈകിക്കണ്ട, തിരുമേനിയോട് പറഞ്ഞ് ഇത് പൂജിക്കാം എന്നെ പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മയും സീതാമ്മയും കൂടി വേഗം തിരുമേനിയുടെ അടുത്തേക്ക് ചെന്നു. ആ താലിയും മാലയും കൂടി പൂജിക്കാനായിട്ട് കൊടുത്തു. അതും പൂജിച്ച് തിരുമേനി വന്നതും അതെ സമയായി, വന്നേ, എല്ലാവരും വാ. മാധവിന്റെ അച്ഛൻ വിളിച്ചതും എല്ലാവരും അങ്ങോട്ട് വന്നു. വാ, ഇവിടെ നിക്ക്, നടയില് നിന്നെ രണ്ടുപേരും. സീതാമ്മ പറഞ്ഞതും ഒന്നും മനസ്സിലാവാതെ സന്ദീപ് ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. ഇങ്ങോട്ട് വാട ചെക്ക, ഇവിടെ വന്ന് നിക്ക്. പെട്ടെന്ന് ഉദയൻ സന്ദീപിനോട് പറഞ്ഞതും ഞാനോ? എന്തിന്? എടാ, ഇന്ന് നിന്റെയും ഇവളുടെയും വിവാഹം നടത്താണ്. നീ ഒരുപാട് ആലോചിച്ചു കൂട്ടാതെ വേഗം വന്ന് നിന്നെ, ഇത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി ഉള്ളതാണ്. ഉദയൻ പറഞ്ഞതും സന്ദീപ് ഞെട്ടി എല്ലാവരെയും നോക്കി. എന്നാൽ ഗംഗ ഒരു പുഞ്ചിരിയോടെ മുന്നിലേക്ക് വന്ന് നിന്നു. ആ വന്ന് നിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ശരത്ത് സന്ദീപിനെ കൈപിടിച്ച് മുന്നിലേക്ക് നിർത്തിയതും ഉദയൻ പെട്ടെന്ന് തന്നെ ശരത്തിനെയും തള്ളി മുന്നിലേക്ക് നിർത്തി. എന്നെ എന്തിനെങ്ങനെ തള്ളുന്നത്? ശരത്ത് ചോദിച്ചു. ഇല്ല, നിന്നെ തള്ളുന്നില്ല, നീ ഇവിടെ നിൽക്കണ്ട. എന്നാ പിന്നെ ഇവളെ കെട്ടാനായിട്ട് വേറെ ആരെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. വാ മാധവ്, നമുക്ക് നോക്കാം എന്ന് ഉദയൻ പറഞ്ഞതും നിങ്ങൾ എന്താ പറഞ്ഞത്? ശരത്ത് ഞെട്ടലോടെ ചോദിച്ചു. എന്തു പറയാൻ, ഞങ്ങളുടെ 2 അനിയത്തിമാരുടെ വിവാഹം ഇന്ന് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. അതില് ഒരാളെ ഞങ്ങൾക്ക് കിട്ടി. ഒരാള് നീ ആയിക്കോട്ടെ എന്ന് കരുതിയപ്പോ നിനക്ക് താല്പര്യമില്ലാത്തതുപോലെയല്ലേ നീ പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അല്ല, ദേവു വിവാഹത്തിന് സമ്മതിച്ചോ? ശരത്ത് ദേവുനെയും നോക്കി പിന്നെ ചുറ്റും എല്ലാവരെയും നോക്കി വെപ്രാളത്തോടെ പറയുന്നത് കേട്ടതും അല്ലാതെ പിന്നെ ഞങ്ങളുടെ പെങ്കൊച്ച് ഒരുങ്ങി വന്ന് നിൽക്കുന്നുണ്ട്. നിനക്ക് പറ്റുവാണെങ്കിൽ നീ അവളെ വിവാഹം കഴിക്കേ. താലിയും മാലയും എല്ലാം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഉദയൻ പറഞ്ഞതും ഞാൻ എപ്പ കെട്ടിയെന്ന് ചോദിച്ചാ പോരെ? ശരത്ത് സന്തോഷത്തോടെ മുന്നിൽ നിൽക്കുന്ന ഉദയനെ കെട്ടിപ്പിടിച്ചു. അയ്യേ, ഇത് അമ്പലാണ്, ഇങ്ങനെ മാറിയടാ എന്ന് പറഞ്ഞുകൊണ്ട് ഉദയൻ അവനെ തള്ളി മാറ്റി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങളെന്നെ കളിപ്പിക്കുന്നതൊന്നും അല്ലല്ലോ? അവൻ ചോദിച്ചതും പിന്നെ ഈ അമ്പലത്തിന്റെ മുന്നിൽ വന്ന് നടയിൽ നിന്നിട്ട് വേണമല്ലോ ഞങ്ങൾക്ക് നിന്നെ കളിപ്പിക്കാൻ. നിനക്ക് പറ്റുവാണെങ്കിൽ ഇവളെ വിവാഹം കഴിച്ചോ. വീണ്ടും ഉദയൻ പറഞ്ഞു. ഞാൻ റെഡി എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയുടെയും സാന്ദ്രയുടെയും അടുത്ത് നിന്ന
ദേവുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ തന്നെ മുന്നിലേക്ക് വന്ന് നിന്നു. ഇത്രയ്ക്ക് ആവേശം വേണ്ട, ഞങ്ങളുടെ പെങ്ങളെ ഞങ്ങൾ കൊണ്ടുവന്ന് നിർത്തി തരാം കേട്ടോ, മാധവ് പറഞ്ഞു. അത് അത് പിന്നെ സമയം വൈകണ്ട, വേഗം നടത്താലോ, മുഹൂർത്തം തെറ്റണ്ട, ശരത്ത് പറഞ്ഞതും അതിന് നമ്മൾ ഇവരുടെ കല്യാണത്തിനും മുഹൂർത്തം നോക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ, നവീൻ പറഞ്ഞു. അത് ശരിയാണല്ലോ. അല്ല, ഇപ്പോ എന്റെയും ഗംഗയുടെയും വിവാഹം നടത്താനോ? അവിടെ നിന്നും സന്ദീപ് ചോദിച്ചതും അതെ, നിന്റെ മാത്രമല്ല, ദേ ഈ ശരത്തിന്റെയും ഞങ്ങളുടെ പെങ്ങള് ദേവികയുടെയും വിവാഹം കൂടി നടത്താണ്. എന്താ, സമ്മതാണോ രണ്ടു വരന്മാർക്കും? ഞങ്ങൾക്ക് സമ്മതാണ്, രണ്ടുപേരും ഒരുപോലെ തന്നെ പറഞ്ഞു. അതെ, എന്നാ പിന്നെ എന്റെയും ഇഷാനിയുടെയും കൂടി ഇക്കൂട്ടത്തിൽ നടത്താൻ പാടില്ലേ? നമുക്ക് മൂന്നുപേർക്കും ഒരുമിച്ച് വിവാഹം കഴിക്കാം. ഇന്നാവുമ്പോ എന്റെ വീട്ടില് ബന്ധുക്കളെല്ലാവരും വരുമല്ലോ, അപ്പോ ഇവളെയും ഞാൻ കൈപിടിച്ചോണ്ട് ഗൃഹപ്രവേശവും നടത്താം. എന്ത് പറയുന്നു? നവീൻ ചോദിച്ചതും എന്റെ പൊന്ന നവീനെ, ഒരു പെങ്ങളുടെ കല്യാണമെങ്കിലും മര്യാദയ്ക്ക് നാട്ടുകാരെയൊക്കെ വിളിച്ച് ഞങ്ങളൊന്ന് നടത്തിക്കോട്ടെ, ഉദയൻ പറഞ്ഞു. എന്നാലും ഇപ്പോ ഞാനാണ് എല്ലാവരെയും അറിയിച്ച് പെണ്ണ് കാണല്, വിവാഹ നിശ്ചയം, വിവാഹം എന്നൊക്കെ സ്വപ്നം കണ്ടത്. എന്നിട്ട് ഇപ്പൊ നോക്കിക്കേ, ഒരു സ്വപ്നവും കാണാത്ത, എന്തിന് വിവാഹം നടക്കൂന്ന് പോലും ഉറപ്പില്ലാതിരുന്നവന്മാര് വിവാഹം കഴിക്കാൻ പോകുന്നു. ഇതാണ് പറയുന്നത് യോഗം വേണമെന്ന്. നവീൻ പറഞ്ഞുകൊണ്ട് ഇഷാനിയെ നോക്കിയതും അവൾ അവിടെ കണ്ണുരുട്ടി കാണിക്കുന്നുണ്ട്. നീ ഇങ്ങനെ കണ്ണുരുട്ടി നോക്കി നിന്നോ, നവീൻ പറഞ്ഞു. ഇതേ അമ്പലാണ്, മിണ്ടാതിരിക്കും പിള്ളേരെ, ടീച്ചറമ്മ പറഞ്ഞതും. ആ, ഇനിയിപ്പം മിണ്ടാതിരുന്നല്ലേ പറ്റൂ, കെട്ടടാ താലി, നവീൻ പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി. ഈ ഡയലോഗ് നീയല്ലല്ലോ പറയേണ്ടത്, അമ്മാവനല്ലേ പറയേണ്ടത്, ശരത്ത് പറഞ്ഞതും. ആ, ഇപ്പൊ ഞാൻ പറഞ്ഞു പോയില്ലേ, കെട്ടു താലി, നവീൻ പറഞ്ഞു. അവിടെ പിന്നെ കൂട്ടച്ചിരിയായിരുന്നു. അതെ, മതി മതി, വേഗാവട്ടെ, സമയം പോകുന്നു, മാധവിന്റെ അച്ഛൻ പറഞ്ഞു. തിരുമേനി പൂജിച്ചു കൊണ്ടുവന്ന തട്ടത്തിൽ നിന്നും താലിയെടുത്ത് മാധവിന്റെ അച്ഛൻ ശരത്തിന്റെ കയ്യിലേക്കും മാഷച്ചൻ സന്ദീപിന്റെ കയ്യിലേക്കും കൊടുത്തു. രണ്ടുപേരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. അവിടെ നടയിൽ തൊഴു കൈയോടെ നിന്ന ഗംഗയുടെയും ദേവുവിന്റെയും നേരെ തിരിഞ്ഞു. രണ്ടുപേരും പ്രാർത്ഥനയോടെ കൈകൾ കൊപ്പിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു. കെട്ടിക്കോളൂ, തിരുമേനി പറഞ്ഞതും പ്രാർത്ഥനയോടെ തന്നെ അവർ രണ്ടുപേരും ദേവുവിന്റെയും ഗംഗയുടെയും കഴുത്തില് താലി ചാർത്തി. തിരുമേനി കൊടുത്ത തട്ടത്തിൽ നിന്നും കുങ്കുമമെടുത്ത് സന്ദീപ് ഗംഗയുടെ നെറ്റിയിലും ശരത്ത് ദേവുവിന്റെ നെറ്റിയിലും സിന്ദൂരം ചാർത്തി. അമ്പലത്തിൽ നിന്നും ഇറങ്ങുമ്പോൾ എല്ലാവരുടെയും മനസ്സും കണ്ണും നിറഞ്ഞിരുന്നു. അങ്ങനെ ഒരു വിവാഹം നടത്താൻ വന്ന നമ്മള് 2 വിവാഹം നടത്തി, മിത്ര പറഞ്ഞതും. അതെ, ഒന്നുകൂടി നിങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ അത് 3 വിവാഹം ആക്കായിരുന്നു, നവീൻ പറഞ്ഞു. മിക്കവാറും ഇവന്റെ അച്ഛൻ നമ്മളെല്ലാം തൂക്കി ലോക്കപ്പിലിടുന്നാ തോന്നുന്നത്. ഇങ്ങനെ പോയാല് ഇവന്റെ ഈ സ്വഭാവം വെച്ച് നമ്മൾ കേറേണ്ടി വരും, ഉദയൻ പറഞ്ഞു. അതെ, ഇനിയിപ്പോ എന്താ പരിപാടി? 2 വിവാഹമാണ് നടന്നിരിക്കുന്നത്, അതിന്റെ ചെലവ് ചെയ്തേ പറ്റൂ, മനു പറഞ്ഞു. അതൊക്കെ പിന്നൊരു ദിവസം ചെയ്യാം, ഇന്നെന്തായാലും ചെയ്യാൻ പറ്റില്ല. ഇന്നതേ എന്റെ വീട്ടിലേക്ക് പോണ്ടേ, അവിടെ നിന്നും വിളി വന്നിട്ടുണ്ട്, അവിടെ ആളുകളൊക്കെ വന്നു തുടങ്ങി, അതുകൊണ്ട് വേഗം വീട്ടിൽ പോവാം, നവീൻ പറഞ്ഞു. എന്നാ പിന്നെ അടുത്ത ദിവസം ആകാം അല്ലേ? അല്ല, ഇവര് വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം എല്ലാവരെയും അറിയിക്കണോ അതോ രഹസ്യമാക്കി വെക്കണോ? എന്താ അതിന്റെ തീരുമാനം ഒന്നും പറഞ്ഞില്ലല്ലോ, നവീൻ ചോദിച്ചു. ഇപ്പൊ തൽക്കാലം അറിയിക്കണോ? കാരണം ഇപ്പൊ സന്ദീപ് വിവാഹം കഴിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സന്ദീപിന്റെ വീട്ടിലുള്ളവരെല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് എത്തും. അവിടെ ദേവു ഉള്ള കാര്യം മറക്കരുത്. ദേവുവിനെ എങ്ങാനും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, ഇപ്പോൾ ഡിവോഴ്സിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ആ സമയത്ത് ഇങ്ങനൊരു സംസാരവും ഒരു കൂടിക്കാഴ്ചയും വേണോ? മാധവ് ചോദിച്ചു. അത് ശരിയാണ്, തൽക്കാലം ഇവരുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം അറിയണ്ട. ദേവുവിന്റെ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവരുടെ 2 പേരുടെയും ഒരുപോലെ അറിയിക്കാം. ഇത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് ലിങ്കായിട്ട് കിടക്കുന്ന ബന്ധമാണ് സന്ദീപിന്റെയും ദേവുവിന്റെയും. അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചേ പറ്റൂ. തൽക്കാലത്തേക്ക് സന്ദീപിന്റെ വിവാഹകാര്യവും പുറത്തേക്ക് വിടണ്ട, എന്തു പറയുന്നു? അത് ശരിയാണ്, തൽക്കാലം അതറിയണ്ട. അത് പറഞ്ഞപ്പോഴാ ഞാൻ മറ്റൊരു കാര്യം പറയാൻ മറന്നു. ഇന്നലെ മുത്തശ്ശി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈശ്വർ ദേവുവിന്റെ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും അത് കൂടാതെ
സച്ചിദേവും ഹരിയും സഞ്ജയും കൂടിയാണ് ഇപ്പൊ ദേവുവിനെ അന്വേഷിക്കുന്നത്. അവർക്ക് അന്വേഷിക്കാം, കാരണം അവരുടെ പേരിൽ കേസ് വരില്ലല്ലോ. ഈശ്വർ ദേവുവിനെ അന്വേഷിച്ചിറങ്ങിയാൽ മാത്രമല്ലേ നിയമപ്രകാരം കുറ്റമാകൂ. പിന്നെ മറ്റൊന്നുകൂടി അറിഞ്ഞത്, ദേവുവിന്റെ വീട്ടുകാരും അങ്ങോട്ട് ചെന്നിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു. അവരും ദേവുവിനെ അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ്. അവരോട് ഈശ്വർ പറഞ്ഞിരിക്കുന്നത് ദേവു ആരുടെയൊപ്പം ഒളിച്ചോടിപ്പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈശ്വറുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം അവൾക്ക് മറ്റൊരു ബന്ധം ഉണ്ടായിരുന്നു എന്നും അയാളുടെ സഹായത്തോടു കൂടിയാണ് അവൾ ഇവിടെ നിന്നും പോയിരിക്കുന്നതെന്നും ഇപ്പോൾ ലീഗലി ഡിവോഴ്സ് നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്നുമാണ് ഈശ്വർ അവരോട് പറഞ്ഞിരിക്കുന്നത്. ഡിവോഴ്സ് നോട്ടീസ് അവിടെ എത്തുന്നത് വരെ ദേവുവിന്റെ വീട്ടുകാര് ഈശ്വറുമായിട്ട് ഉടക്കിലായിരുന്നു. വല്ലാത്ത ദേഷ്യവും വഴക്കും എല്ലാം നടന്നിരുന്നു. പക്ഷേ ഡിവോഴ്സ് നോട്ടീസ് എത്തിയതിനു ശേഷം എല്ലാ കുറ്റവും ദേവുവിന്റെ തലയിലേക്കായിട്ടുണ്ട്. അപ്പോ അവരും വിശ്വസിച്ചിട്ടുണ്ട് എന്നാണ് മുത്തശ്ശി പറയുന്നത്, ഈ ഈശ്വർ പറഞ്ഞുണ്ടാക്കിയ കഥ. എന്തായാലും അവരും ദേവുവിന്റെ വീട്ടുകാരും ദേവുവിനെ അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, സന്ദീപ് പറഞ്ഞു. ഇത്രയൊക്കെ അറിഞ്ഞിട്ട് നീ എന്താണ് പറയാതിരുന്നത്? ഉദയൻ ചോദിച്ചു. അത് അമ്പലത്തിൽ വരുന്ന തിരക്കില് ഞാൻ വിട്ടുപോയതാ. ആ സമയത്താ മുത്തശ്ശി എന്നെ വിളിച്ചത്, സന്ദീപ് പറഞ്ഞു. എന്നാ പിന്നെ മോനെ സന്ദീപേ, നീ ദേവർ മഠത്തിൽ നിൽക്ക് തൽക്കാലത്തേക്ക്. എന്നിട്ട് ഈ ദേവൂട്ടിയുടെ പ്രശ്നങ്ങളെല്ലാം തീരുമ്പോ നമുക്ക് ഒരുമിച്ച് ജീവിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. എന്ത് പറയുന്നു? ഉദയൻ രണ്ടു പിരികം പൊക്കി ചോദിച്ചതും, അത് പറ്റില്ല, ഞാൻ ഇവളുടെ ഒപ്പം ജീവിക്കാനല്ലേ വിവാഹം കഴിച്ചത്, സന്ദീപ് പറഞ്ഞു. എന്താ? ആ, ഞാനിനി ഇവിടെ നിൽക്കുന്നുള്ളൂ. എവിടെ? നിങ്ങളുടെ വീട്ടില്. എടാ മരങ്ങോടാ, നിന്നോടല്ലേ പറഞ്ഞേ, ഇപ്പൊ നീ ഇവിടെ വന്ന് നിന്നാ നിന്റെ വീട്ടുകാര് ഉറപ്പായിട്ടും അറിയും. ഇപ്പൊ തന്നെ നിന്റെ വീട്ടില് നിന്റെ ജോലിക്കാര് അവര് വിളിച്ചു പറഞ്ഞില്ലേ നീ അവിടെ എത്തിയിട്ടില്ലാന്ന്. അതുപോലെ നിന്നെ അവിടെ കാണാതാവുമ്പോ അവര് വീണ്ടും വിളിച്ചു പറയില്ലേ. അത് നിന്റെ അമ്മയ്ക്ക് സംശയം വരത്തില്ലേ? സംശയം വന്നു കഴിഞ്ഞാൽ അവര് നിന്നെ വാച്ച് ചെയ്യും. അപ്പോ നിന്റെ ഈ മതില് ചാട്ടം അവര് കണ്ടുപിടിക്കും. അതിലും നല്ലതല്ലേ കുറച്ചുനാള് ഈ ഡിവോഴ്സ് ഒന്ന് കഴിയുന്നത് വരെ നീ ഒന്ന് പിടിച്ചു നിൽക്ക്, ഉദയൻ പറഞ്ഞു. എടാ അത് പിന്നെ ഏട്ടാ, അത് സാരമില്ല, ഇടയ്ക്ക് ഒന്ന് പോയാ മതിയല്ലോ, അവര് കാണാതെ വീട്ടിലേക്ക് വന്നാ മതിയല്ലോ, ഗംഗ പറഞ്ഞതും ആ ഞാനും വിചാരിച്ചു വക്കാലത്തെന്താ വരാത്തത് എന്ന് ശരത്ത് പറഞ്ഞു. അതെ, നമുക്കതിനെക്കുറിച്ച് പിന്നീട് ആലോചിക്കാം. ഇപ്പതേ നവീന്റെ വീട്ടിൽ നിന്നും വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് മാഷച്ചൻ ഫോൺ കാണിച്ചു കൊടുത്തതും, ആണോ, എന്നാൽ നമുക്ക് വേഗം പോകാം എന്ന് പറഞ്ഞ് എല്ലാവരും വേഗം കാറിനടുത്തേക്ക് നടന്നു. പിന്നെ ഇനിയിപ്പോ ദേവുവിനെ നമുക്ക് ദേവുവായിട്ട് തന്നെ എല്ലാവരുടെയും മുന്നിൽ പരിചയപ്പെടുത്താലോ, അല്ലേ? ദേവിക ശരത്തിന്റെ ഭാര്യ, അങ്ങനെ നമുക്ക് പരിചയപ്പെടുത്താം. എന്ത് പറയുന്നു? ആർക്കും സംശയം തോന്നുന്നില്ല, നവീനാണ് പറഞ്ഞത്. അത് ശരിയാണ്. അപ്പൊ ഇനി ദേവുവിന് ധൈര്യമായിട്ട് പുറത്തിറങ്ങി നടക്കാം. ആര് ചോദിച്ചാലും ഈ ശരത്തിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ മതി. ദേവിക ശരത്ത്. ഓക്കെ, ശരത്ത് പറഞ്ഞുകൊണ്ട് ദേവുവിനെ ചേർത്ത് പിടിച്ചു. ദേവുവിന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചേർത്ത് പിടിച്ചപ്പോ എന്തോ ഒരു വല്ലായ്മ തോന്നിയെങ്കിലും അത് മനസ്സിലായിട്ടും ശരത്ത് അത് കാര്യമാക്കാതെ അവളെ ചേർത്ത് തന്നെ പിടിച്ചു നടന്നു. എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെയാണ് തിരിച്ചെത്തിയത്. വീട്ടിലെത്തിയതും മാഷച്ചനും മാധവിന്റെ അച്ഛനും സീതാമ്മയും ടീച്ചറമ്മയും എല്ലാവരും വേഗം നവീന്റെ വീട്ടിലേക്ക് പോയി. നവീൻ മാധവിനെയും ഉദയനെയും ശരത്തിനെയും കൊണ്ടാണ് പോയത്. അവിടെ ചെന്നപ്പോഴേ അവിടെ അവരുടെ ബന്ധുക്കളെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. നവീന്റെ അച്ഛനും അമ്മയും അവരുടെ ബന്ധുക്കൾക്കെല്ലാം മാധവിന്റെ അച്ഛനെയും മാഷച്ചനെയും എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്തു. അവർക്കെല്ലാവർക്കും അവരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം മാഷിന്റെ വീട്ടിലേക്ക് ഒരു പെണ്ണ് കാണൽ ചടങ്ങെന്ന പോലെ ഇഷാനിയെ കാണാൻ വരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഇഷാനി നവീന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇഷാനിക്ക് കൂട്ടായിട്ട് ദേവിക ഇരിക്കാമെന്ന് പറഞ്ഞെങ്കിലും സമ്മതിക്കാതെ ശരത്ത് അവളെയും കൊണ്ടുപോയി. ദേവികയുടെ കൈ പിടിച്ച് നടക്കുമ്പോൾ ശരത്തിന് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. പ്രതീക്ഷിക്കാതെയാണ് അവൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. അവനിടയ്ക്ക് ആ താലിയിലേക്കും അവളുടെ നെറ്റിയിലെ ആ ചുവന്ന സീമന്തരേഖയിലേക്കും നോക്കുന്നുണ്ടായിരുന്നു. അത് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവളുടെ ചുണ്ടില് ആരും അറിയാത്ത ഒരു പുഞ്ചിരി അവൾ ഒളിപ്പിച്ചു വെച്ചു. എത്ര നേരായിടാ അവരെ വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞ് നീ പോയിട്ട്? ശരത്ത് ദേവുവിന്റെ കൈ പിടിച്ചു വരുന്നത് കണ്ട് മാധവ് ചോദിച്ചു. ഇവരൊക്കെ റെഡിയായി വരണ്ടേ? റെഡിയായി വരാനായിട്ട് അമ്പലത്തിൽ പോയ വേഷത്തിൽ തന്നെയാണല്ലോ അവർ വരുന്നത്. ആ അത് പിന്നെ ഒന്നുമില്ല ഏട്ടാ, ദേവു വരുന്നില്ല എന്ന് പറഞ്ഞു നിന്നതാ. ദേ
പിടിച്ച പിടിയാലെ ശരത്തേട്ടൻ കൊണ്ടുവന്നതാ. ഇപ്പോ ആ തലയെടുപ്പൊന്ന് നോക്കിക്കേ. തല ഉയർത്തിപ്പിടിച്ച് ഭാര്യയുടെ കയ്യും പിടിച്ച് വരുന്ന വരവ് കാണായിരുന്നു. ഞങ്ങളെ ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല. ഗംഗ പുറകെ വന്നുകൊണ്ട് പറഞ്ഞു. ടീച്ചറമ്മയും മാധവിന്റെ അമ്മയും നവീന്റെ അമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശരത്ത് ദേവുവിനെയും കൊണ്ട് നവീന്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. എല്ലാം അറിഞ്ഞു. സന്തോഷായി. എനിക്ക് എൻ്റെ ലക്ഷ്മി മോളെ പോലെ തന്നെയാണ് നീയും. അതുകൊണ്ട് ഇനി കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർത്ത് ജീവിതം നശിപ്പിക്കരുത് കേട്ടോ. മുന്നോട്ട് ജീവിക്കുക. ഇപ്പോൾ ഈ നിമിഷം നടക്കുന്ന കാര്യങ്ങളും ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വരെ ആലോചിക്കാം. പക്ഷേ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? അതങ്ങനെ മറന്നു കളയാ കേട്ടോ. എന്നിട്ട് സന്തോഷമായിട്ട് ദേ ഇവന്റെ ഒപ്പം ജീവിക്കണം. ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ടാകും, ശോഭനാമ്മ പറഞ്ഞു. പിന്നീട് അവിടെ എല്ലാവരെയും പരിചയപ്പെടലായിരുന്നു. ഉച്ചഭക്ഷണം കഴിഞ്ഞതും നവീന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രം മാഷിന്റെ വീട്ടിലേക്ക് ഇഷാനിയെ പെണ്ണ് ചോദിച്ചുകൊണ്ട് ചെന്നു. അവിടെ അതിൻ്റെ ചടങ്ങ് നടക്കുകയായിരുന്നു. ആ സമയമാണ് സന്ദീപിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.